ലോകത്തിന്റെ ഏകാധിപതി ചമയാൻ പുറപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെ ഇടിമുഴക്കം പോലെ റഷ്യയുടെ താക്കീത് മുഴങ്ങുകയാണ്. പശ്ചിമേഷ്യയെ ചുട്ടുചാമ്പലാക്കാൻ അമേരിക്ക മെനയുന്ന ഓരോ ഗൂഢതന്ത്രങ്ങൾക്കും മുന്നിൽ തകർക്കാനാവാത്ത പ്രതിരോധ കോട്ടയായി റഷ്യ നിലയുറപ്പിക്കുന്നു. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന വെള്ളക്കാരന്റെ വ്യാമോഹത്തിന് അന്ത്യം കുറിക്കാൻ പുടിന്റെ റഷ്യ ഇറാനൊപ്പം കവചമായി നിൽക്കുന്നു. ഇറാന്റെ മണ്ണിൽ വീഴുന്ന ഓരോ അമേരിക്കൻ നിഴലും റഷ്യയോടുള്ള യുദ്ധ പ്രഖ്യാപനമായി കരുതുമെന്ന കടുത്ത നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ അമേരിക്കൻ മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. ഇറാനെ തൊട്ടാൽ റഷ്യ ഇളകുകയല്ല, മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തെ തകർത്തെറിയുകയാണ് ലക്ഷ്യം. യുദ്ധക്കൊതിയനായ അമേരിക്കയ്ക്ക് ലോകക്രമം അപ്പാടെ മാറിക്കഴിഞ്ഞുവെന്ന റഷ്യയുടെ വെല്ലുവിളി ഒരു പുതിയ വിപ്ലവത്തിനാണ് തിരികൊളുത്തുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള യുദ്ധമൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റും വളരെ അൺസേർട്ടൺ ആകും. എന്നാൽ പിന്നെ FDയിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ FD റേറ്റ് വളരെ കുറയുന്ന ഒരവസ്ഥയാണുള്ളത്. സ്വർണത്തിന്റെ വില കൂടുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ് താഴോട്ട് പോകുക എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള മാർക്കറ്റ് മാറിയിരിക്കുകയാണ്. അപ്പം ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് എന്നാൽ മാർക്കറ്റിനനുസരിച്ച് പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾക്ക് ഇപ്പോൾ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം 2000 പോലുള്ള ചെറിയ സംഖ്യ മുതൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ്ലൈഫും ചേർന്ന് PNB മെറ്റ്ലൈഫ് പുതിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. അവരുടെ BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഈ വരുന്ന ജനുവരി 30 വരെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുക്കുന്നുണ്ട്. അവിടെ കയറി ഈ അവസരം എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ നിക്ഷേപവും നടത്താം. മലയാളത്തിൽ തന്നെ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനി എന്നിട്ടും സംശയം മാറിയില്ലെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി 31.1%, 23.1% വീതം റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന 5-6% കൂടുതലാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കുകയില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയ്ക്കും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കണം. അപ്പൊ ജനുവരി 30 വരെയാണ് ഈ അവസരമുള്ളത്. അതായത് ഇനി 15 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. എന്തായാലും ലിങ്കിൽ പോയി ഇതേക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് തിരികെ വരികയാണെങ്കിൽ, ഇറാൻ അമേരിക്ക സംഘർഷം പശ്ചിമേഷ്യ ഒരു മഹാസ്ഫോടനത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത് തന്ത്രപ്രധാനമായ കരുനീക്കങ്ങൾക്കാണ്. ഇറാനിലെ ആഭ്യന്തര അസ്വസ്ഥതകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും ആയുധമാക്കി അവിടെ ഭരണമാറ്റം അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന ഗൂഢനീക്കങ്ങൾക്കെതിരെ റഷ്യ ഉയർത്തുന്ന പ്രതിരോധം സമാനതകളില്ലാത്തതാണ്. ഇറാനെ തൊട്ടാൽ റഷ്യ ഇളകുമെന്ന കൃത്യമായ സന്ദേശമാണ് റഷ്യ ഇപ്പോൾ വാഷിംഗ്ടണിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ തുനിയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് റഷ്യ നൽകുന്ന താക്കീത് ലോകക്രമത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യ ശ്രമങ്ങൾക്കും രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലുകൾക്കും കടുത്ത തടയിടാനാണ് ഇപ്പോൾ റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനെതിരായ ഏതൊരു സൈനിക നീക്കവും ലോകം ഇന്നുവരെ കാണാത്ത അതിഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വെറും ഒരു ഔദ്യോഗിക പ്രതികരണമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് ഇറാൻ ഒരു പ്രശ്നം വന്നാൽ സർവ്വസന്നാഹങ്ങളുമായി റഷ്യ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണിത്. മേഖലയിലെ സമാധാനം തകർക്കുന്നതിലുപരി റഷ്യയുടെയും ചൈനയുടെയും സുരക്ഷാ താല്പര്യങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റമായിട്ടാണ് ഈ ഭീഷണികളെ റഷ്യ നോക്കിക്കാണുന്നത്. റഷ്യയുടെ ഈ ഉറച്ച നിലപാടിന് കരുത്തു പകർന്നുകൊണ്ട് ചൈനയും ഒപ്പമുണ്ട് എന്നത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കും തന്ത്രപരമായ താല്പര്യങ്ങൾക്കും ഇറാൻ അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ബീജിംഗ് അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെയും ഭീഷണികളെയും തള്ളിക്കളയുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ സാമ്രാജ്യത്വ നയങ്ങൾ ഇനി പശ്ചിമേഷ്യയിൽ അനായാസം നടപ്പിലാക്കില്ല എന്നും ഇറാനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് റഷ്യ ഉൾപ്പെടെയുള്ള വൻ ശക്തികളുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ സുരക്ഷ എന്നത് ഇപ്പോൾ റഷ്യയുടെയും കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്.
അമേരിക്കൻ മേധാവിത്വത്തിന് അന്ത്യം കുറിക്കാൻ ഇറാനൊപ്പം നിൽക്കാൻ റഷ്യ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പുനർനിർവചിക്കുകയാണ് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാൻ ജനതയ്ക്ക് സഹായം ഉടൻ എത്തും എന്ന പ്രസ്താവനയിലൂടെ വരാനിരിക്കുന്ന അധിനിവേശത്തിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലോ അല്ലെ. അമേരിക്കയുടെ ഡോൺറോ ഡോക്ട്രിൻ ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും വെനസ്വലയിലും ഗ്രീൻലാൻഡിനും വരെ അമേരിക്ക കണ്ണുവെക്കുന്നുണ്ട് എന്നും റഷ്യ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇത്തരം നയങ്ങൾക്കെതിരെ ഇറാൻ ഭരണകൂടം നൽകിയ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ റഷ്യയും രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രതയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ അധിനിവേശം മറ്റൊരു ലിബിയയോ സിറിയയോ സൃഷ്ടിക്കുമെന്നും അത് യൂറോപ്പിലേക്ക് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുമെന്നും അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളാകട്ടെ ഇറാന്റെ തകർച്ച തങ്ങളുടെ അതിർത്തികളിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുടെ വേരുകൾ തേടി പോകുമ്പോൾ അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ചരിത്രപരമായ അധികാര കൈമാറ്റങ്ങളിലും സാമ്രാജ്യത്വ ഇടപെടലുകളിലും ചെന്ന് നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് റഷ്യ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നതിന്റെയും അമേരിക്ക ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കാൻ 1953 സംഭവ വികാസങ്ങൾ മുതൽ പരിശോധിക്കേണ്ടതായുണ്ട്. അന്ന് ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഷാ ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ച അമേരിക്കൻ നീക്കമാണ് ഈ ശത്രുതയുടെ ആദ്യത്തെ വിത്ത്. എന്നാൽ 79 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ പുറത്താക്കപ്പെടുകയും ഇറാൻ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തതോടെ മേഖലയിലെ അമേരിക്കൻ സ്വാധീനം വലിയ തോതിൽ ഇല്ലാതായി. അന്നു മുതൽ ഇറാനെ ഒരു ശത്രുരാജ്യമായി കാണുന്ന അമേരിക്ക കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര ഒറ്റപ്പെടുത്തലുകളിലൂടെയും ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ സംഘർഷത്തെ കൂടുതൽ വഷളാക്കി എന്നതാണ് സത്യം. 2015 ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ശക്തിയാണ് അമേരിക്ക എന്ന ബോധ്യം ഇറാനിലും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളിലും ഊട്ടി ഉറപ്പിച്ചിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അമേരിക്ക അവർക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായിട്ട് റഷ്യ കാണുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നാറ്റോയെ വികസിപ്പിച്ചും ചെറുകിട രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തിയും അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങളുടെ മറ്റൊരു രൂപമാണ് ഇതെന്ന് റഷ്യ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ വീണാൽ അത് റഷ്യയുടെ തെക്കൻ അതിർത്തിയിലേക്ക് അമേരിക്കൻ സ്വാധീനം നേരിട്ടെത്തുന്നതിന് കാരണവുമാകും. ഇതാണ് ഇറാനെ തൊട്ടാൽ റഷ്യ ഇളകുമെന്ന കടുത്ത നിലപാടിലേക്ക് പുടിനെ നയിച്ച വികാരം. സൈനികമായും സാങ്കേതികമായും ഇറാനെ റഷ്യ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു സംയുക്ത മുന്നണിയാണ് അവിടെ രൂപപ്പെടുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ വിഭവങ്ങൾക്കും തന്ത്രപരമായ സ്ഥാനങ്ങൾക്കും മേൽ അമേരിക്കൻ കൊടിക്കൂറ പാറുന്നത് തടയാൻ വേണ്ടി റഷ്യയും ചൈനയും ഇറാനൊപ്പം ഒരു കോട്ടയായി നിൽക്കുകയാണ്. ഈ തന്ത്രപരമായ ഐക്യം അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണ്. ഇറാൻ ഒറ്റപ്പെട്ടവനല്ല എന്നും ഏത് സൈനിക പ്രകോപനത്തെയും നേരിടാൻ ആധുനിക ആയുധബലത്തോടെ റഷ്യ തൊട്ടു പിന്നാലെ ഉണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം ഇന്ന് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ഭരണം മാറ്റുക എന്ന അമേരിക്കയുടെ സ്ഥിരം തന്ത്രം ഇറാന്റെ കാര്യത്തിൽ നടപ്പാകില്ലെന്ന് റഷ്യയുടെ ഉറച്ച നിലപാടിലൂടെ വ്യക്തമാകുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ ഭൂപടം അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാൻ അനുവദിക്കില്ലെന്ന റഷ്യൻ വാശി ഒരു വലിയ ആഗോള ധ്രുവീകരണത്തിന് വഴിയൊരുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യ ഇവിടെ ചെയ്യുന്ന നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ജനുവരി 30 വരെയാണ് ഈ അവസരമുള്ളത്. അതായത് ഇനി 15 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.